നമസ്കാരം. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളാണ് സഞ്ജു സാംസൺ. ഇന്ത്യ കിരീടം ചൂടിയ ഈ വർഷത്തെ T20 ലോകകപ്പിൽ ടീമിലുണ്ടായിരുന്ന സഞ്ജു IPLൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ കൂടിയാണ്. രാജ്യത്തെ ഏറ്റവും അധികം ആരാധകരുള്ള ക്രിക്കറ്റ്മാരിൽ ഒരാൾ കൂടിയാണ് സഞ്ജു സാംസൺ. അതുകൊണ്ട് തന്നെയാണ് ദേശീയ ടീമിലേക്കുള്ള അദ്ദേഹത്തിന്റെ സെലക്ഷനുകൾ വലിയ ആഘോഷമാക്കുന്നതും തഴയപ്പെടലുകൾ ചർച്ചയാകുന്നതും. അതേസമയം അടുത്ത മാസം നടക്കാനിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ സീസണിൽ സഞ്ജു സാംസൺ ഇല്ലെന്നത് ആരാധകരെ വല്ലാതെ നിരാശരാക്കുന്നുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഈ ഫ്രാഞ്ചൈസി T20 ലീഗിൽ തിരുവനന്തപുരം ആസ്ഥാനമാക്കിയുള്ള ടീമിന്റെ ഐക്കൺ താരമായി സഞ്ജു എത്തുമെന്നായിരുന്നു നേരത്തെ കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ആരാധകരുടെ പ്രതീക്ഷകൾ മുഴുവൻ തെറ്റി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ സീസണിൽ നിന്ന് പിന്മാറിയ താരത്തെ ലീഗിന്റെ ഐക്കണായി കേരളത്തെ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ സഞ്ജു ഈ ടൂർണമെന്റിൽ കളിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് താരമോ KCAയോ വ്യക്തമാക്കിയിരുന്നില്ല. തുടർച്ചയായുള്ള മത്സരങ്ങളെ തുടർന്ന് വിശ്രമത്തിനായി സഞ്ജു കേരള ക്രിക്കറ്റ് ലീഗിൽ നിന്ന് സ്വയം വിട്ടുനിൽക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. IPL മുതൽ കാര്യമായ വിശ്രമമില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ജു. ഇതിനാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനോട് താരം വിശ്രമം ആവശ്യപ്പെട്ടെന്നും KCA അതിന് പച്ചക്കൊടി വീശുകയായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസണിന് മുൻപ് മെഗാ താരലേലം നടക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. ലേലത്തിന് മുൻപ് ടീമുകൾക്ക് എത്ര കളിക്കാരെ നിലനിർത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഉടൻ BCCIയുടെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചനകൾ. അതേസമയം മെഗാലേലമാണ് നടക്കുന്നത് എന്നതിനാൽ പരമാവധി 6 താരങ്ങളെ വരെ മാത്രമേ ടീമുകൾക്ക് നിലനിർത്താൻ സാധിക്കൂ എന്നതാണ് കരുതപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ടീമുകളിലെല്ലാം വലിയ അഴിച്ചുപണി വരും. ഇതുകൊണ്ട് ഏറ്റവും വലിയ തിരിച്ചടിയേൽക്കുന്ന ടീമുകളിലൊന്ന് രാജസ്ഥാൻ റോയൽസ് ആണ്. നിലവിൽ കിടിലൻ സ്ക്വാഡ് ഒപ്പമുള്ള അവർക്ക് ചില പ്രധാന കളിക്കാരെ നഷ്ടപ്പെടുത്തേണ്ടി വരും. എന്നാൽ ലേലത്തിൽ നിന്ന് മികച്ച സൈനിങ്ങുകൾ നടത്തി ടീമിനെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ രാജസ്ഥാന് കഴിയുമെന്ന വിശ്വാസത്തിലാണ് ആരാധകർ. മുൻ സീസണുകളിലൊക്കെ ഒരു ക്വാളിറ്റി ഓൾറൗണ്ടറുടെ അഭാവം രാജസ്ഥാൻ നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മെഗാലേലത്തിൽ ഒരു മികച്ച ഓൾറൗണ്ടറെ സ്വന്തമാക്കുക എന്നതാണ് ടീമിന്റെ പ്രധാന ലക്ഷ്യമാകുക. മെഗാലേലത്തിൽ രാജസ്ഥാന് നോട്ടമിടാൻ സാധിക്കുന്ന 3 വിദേശ ഓൾറൗണ്ടർമാരെ നോക്കാം. ഇതിൽ ഒരാളെ സ്വന്തമാക്കാനായാൽ ടീമിന്റെ കരുത്ത് വർദ്ധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മെഗാലേലത്തിന് മുൻപ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഗ്ലെൻ മാക്സ്വെല്ലിനെ ടീമിൽ നിന്ന് റിലീസ് ചെയ്യുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. കഴിഞ്ഞ സീസണിലെ ദയനീയ പ്രകടനം തന്നെ അതിന് കാരണം. കഴിഞ്ഞ IPLൽ 10 കളികളിൽ നിന്ന് 52 റൺസാണ് മാക്സ്വെല്ലിന് നേടാനായത്. എന്നാൽ ലേലത്തിൽ എത്തിയാൽ താരത്തിന് വമ്പൻ ഡിമാൻഡ്സ് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. മെഗാലേലത്തിന് മുൻപ് ഷിംറോൺ ഹെറ്റ്മയറെ ഒഴിവാക്കാൻ രാജസ്ഥാൻ റോയൽസ് നിർബന്ധിതരാകും. ഈ സ്ഥാനത്തേക്ക് മാക്സ്വെല്ലിനെ കൊണ്ടുവരാനായാൽ റോയൽസ് ഡബിൾ സ്ട്രോങ് ആകും. വെടിക്കെട്ട് ബാറ്ററായ മാക്സ്വെൽ മികച്ച പാർട്ട് ടൈം ബോളർ കൂടിയാണ്. കഴിഞ്ഞ IPL സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമായിരുന്നു വാഷിംഗ്ടൺ സുന്ദർ. എന്നാൽ 2 കളികൾ മാത്രമാണ് താരത്തിന് അവസരം ലഭിച്ചത്. താരനിബന്ധിതമായ സ്ക്വാഡ് ഒപ്പമുള്ളതിനാൽ മെഗാലേലത്തിന് മുൻപ് സുന്ദറെ ഹൈദരാബാദ് റിലീസ് ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. മികച്ച ഓൾറൗണ്ടറായ സുന്ദർ ഇന്ത്യയുടെ ഭാവി സൂപ്പർ താരങ്ങളിൽ ഒരാളെന്നാണ് വിശേഷിക്കപ്പെടുന്നത്. അടുത്ത സീസണിന് മുൻപ് അശ്വിനെ രാജസ്ഥാൻ റോയൽസിന് റിലീസ് ചെയ്യേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. ഈ സ്ഥാനത്തേക്ക് പകരക്കാരനായി സുന്ദറെ കൊണ്ടുവരാൻ രാജസ്ഥാൻ കഴിഞ്ഞാൽ ടീമിന് അത് വലിയ നേട്ടമാകും. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ IPLൽ നിന്ന് പിന്മാറിയ ബെൻ സ്റ്റോക്സ് അടുത്ത വർഷത്തെ താരലേലത്തിൽ പേര് രജിസ്റ്റർ ചെയ്യുമെന്നാണ് സൂചനകൾ. നിലവിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ സ്റ്റോക്സിന് ലേലത്തിൽ എത്തുകയാണെങ്കിൽ വൻ ഡിമാൻഡ് ആകുമെന്ന കാര്യം ഉറപ്പാണ്. ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ആകും മെഗാ താരലേലമെന്നാണ് സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്തയാഴ്ച BCCI പുറത്തുവിട്ടേക്കും. സാധാരണ 3 വർഷം കൂടുമ്പോഴാണ് IPLൽ മെഗാലേലം നടക്കുന്നത്. ഇതിനു മുൻപ് 2022 സീസണിന് മുൻപായിരുന്നു ഇത്തരത്തിൽ മെഗാ താരലേലം.